ഡോക്ടർ ആർ.സി. ശ്രീകുമാർ ഇതിനൊരു കൃത്യമായ മറുപടി KGM-CTA നൽകേണ്ടതല്ലേ? ഹർഷിനിയുടെ കേസ് 5 വർഷം മുമ്പ് ആ ഡോക്ടർ തനിക്ക് പിഴവ് പറ്റിയെന്ന് പറയുന്നതിന്റെ ശബ്ദരേഖയടക്കം തെളിവായി നൽകിയിട്ടുള്ളതാണ്. പിന്നീട് എത്ര കാലം അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു? അവരുടെ ചികിത്സയ്ക്ക് കുടുംബത്തുണ്ടായിരുന്ന പണം മുഴുവൻ ചെലവാക്കി. അവരുടെ ബിസിനസ് പൊളിഞ്ഞു. ഇനിയും ആത്മാഭിമാനത്തെക്കാൾ വലുത്, ആ വാചകങ്ങളൊന്ന് ഡോക്ടർ കൂടി ശ്രദ്ധിക്കണം. ആത്മാഭിമാനത്തെക്കാൾ വലുതാണ് ജീവൻ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ചെലവിൽ ഓപ്പറേഷന് തയ്യാറാകുന്നതെന്ന് ആത്മാഭിമാനമുള്ളൊരു സ്ത്രീ പറയുകയാണ്. അവരുടെ പോരാട്ടം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേൾക്കാൻ വയ്യ കേൾക്കാൻ വയ്യ കേൾക്കാൻ വയ്യ ഡോക്ടർ ആർ.സി. ശ്രീകുമാർ കേൾക്കാമോ? അവസാനം പറഞ്ഞാൽ കേട്ടില്ല. ആദ്യത്തെ ഭാഗം കേട്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും അവർക്ക് ഹർഷിനിയുടെ കേസിൽ ഡോക്ടർ പിഴവ് സംഭവിച്ച ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് നീതി ലഭ്യമാക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 2 ലക്ഷം രൂപയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ തവണയും ഹർഷിനയ്ക്കൊപ്പം എന്ന് പറയും, പക്ഷേ ഹർഷിനയ്ക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല. അവർക്ക് തുടർ ചികിത്സ ആവശ്യമുണ്ട്. അവരിപ്പോഴും വേദന അനുഭവിക്കുകയാണ്. ഇനിയും ശസ്ത്രക്രിയ നടക്കാനുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ചികിത്സ, ശസ്ത്രക്രിയ എന്നതിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഹർഷിയുടെ കേസിൽ നമുക്കും ദുഃഖമുണ്ട്. അതെ, എവിടെ വെച്ചാണ് ഞാൻ പിന്നെ ഈ ഫോഴ്സപ്സ് വയറിനുള്ളിൽ പോയാൽ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിൽ പോലും അന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ പിഴവ് പറ്റി എന്ന് പറഞ്ഞതിന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നാണ്. ആ കൺഫ്യൂഷൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അവർക്ക് നീതി കൊടുക്കാത്തത്. അത് നിയമപരമായി ആ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. നിയമപരമായി ഒരു കേസ് നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ വിവാദത്തിൽ പ്രസക്തിയില്ല. 2 ലക്ഷം രൂപ എന്നുള്ളത് വളരെ തുച്ഛമാണ്. കുറച്ചുകൂടി സർക്കാരിനത് നൽകാവുന്നതേ കാര്യം രണ്ടും സർക്കാർ ആശുപത്രിയിലാണ്. എവിടെ വെച്ചോ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ തീർച്ചയായും നഷ്ടപരിഹാരം ഗവൺമെൻറ് നൽകാവുന്നതാണ്. കാര്യം ഹർഷൻ എന്ന വ്യക്തി അനുഭവിച്ച ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ കേസിൻ്റെ എവിടെ വെച്ചാൽ സംഭവിച്ച മറിച്ചുള്ളത് ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്. കോടതി തീരുമാനിക്കട്ടെ. അതിലൊരു ഇത്ര സംവാദത്തിന് സാധ്യതയില്ല എന്നുള്ളതാണ് സംഘടനയുടെ നയം. ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ളതിൽ മറുപടി ഉണ്ടോ? ബാക്കി കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. മറ്റേ അവയവമാറിപ്പോയ ശസ്ത്രക്രിയ, അതിനെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പറഞ്ഞോളൂ. എനിക്ക് തുടരാമോ? പറയൂ ഡോക്ടർ. ഒന്ന്, ഡോക്ടർ ബിജോൺ ചില തെറ്റുകൾ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 21 കേസുകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ 2 ടേബിളിൽ തീരുന്നത്രയും കേസുകളല്ല. അപ്പം കുറച്ച് ധൃതി വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡോക്ടർ ബിജോൺ സംസാരിച്ചു. അപ്പോൾ ബിജോൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. പല ഭാഗത്തു നിന്നും ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് അത്രയും കേസുകൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും അതിൻ്റെ ഇരട്ടിയോളം കേസുകളൊന്ന് പോസ്റ്റ് ചെയ്യേണ്ടി വന്നതാണ് ഡോക്ടർ ബിജോൺ. ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് കേസ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ഈ അനാവശ്യമായി സംഭവം ഉണ്ടായിരിക്കുന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെയും നൗഷാദ് പറഞ്ഞതുപോലെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിച്ചത്. ഇങ്ങനൊരു ടങ് ഡേ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടർ പുറത്തേക്ക് സംസാരിക്കാമായിരുന്നു. ആ ആസ്പെക്റ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സംഘടന സമ്മതിക്കുന്നു. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ടങ് ഡേ ഇല്ല എന്ന കുട്ടിയുടെ അമ്മയുടെ ബന്ധു പറയുമ്പോഴും അത് തെറ്റാണ്. കാര്യം ടങ് ഡേ ഇല്ലെങ്കിൽ നമ്മൾ നാക്ക് ഉയർന്നു കാണാൻ സാധിക്കും. നാക്കിൻ്റെ ഏറ്റവും മുന്നടിയിലേക്ക് കാണുന്നത് ഒരു രക്തക്കുഴലാണ്. അത് വളരെ വലിയ രക്തക്കുഴലാണ്. അത് കട്ട് ചെയ്യുകയാണെങ്കിൽ മാരകമായ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം അവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഈ ടങ് ഡേ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ കാണുന്ന ഒരു ഫൈബ്രസ് ആയിട്ടുള്ളൊരു ചെറിയൊരു ബാൻഡാണ്. ഈ ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ നോക്കുകയുള്ളൂ. ബാൻഡ് ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്തം നഷ്ടം ഉണ്ടാവും. കുട്ടി ചിലപ്പം മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകും. അങ്ങനെ സംഭവിക്കാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു ടങ് ഡേ ബാൻഡ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ടങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 5% കുഞ്ഞുങ്ങൾ കാണുന്ന 4.8% റിപ്പോർട്ടഡ് റേറ്റ് കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു പ്രശ്നമാണ്. ഇത് 2 രീതിയിൽ കുഞ്ഞുങ്ങളെ ബാധിക്കാം. ഒന്ന്, ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് മുല കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും വായ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. കാരണം നാക്കുകൊണ്ട് പാല് വലിച്ചു കുടിക്കാൻ ഒക്കാതെ വരുന്നു. അപ്പോൾ അതൊരു 30-40% ആൾക്കാരിൽ, കുഞ്ഞുങ്ങളിൽ ഇത് കണ്ടുപിടിക്കുന്ന ഈ സമയത്താണ്. എന്നാൽ ഒരു 60% ആൾക്കാരിൽ ഇത് കണ്ടുപിടിക്കുന്നില്ല. പകരം ഇവർ സ്കൂളിലെത്തുമ്പം ഇവരുടെ സംസാരത്തിൽ ടീച്ചർമാർ പലപ്പോഴും സംസാരത്തിൽ മാറ്റം, അല്ലെങ്കിൽ സംസാരം ചില വാക്കുകൾ പറയുമ്പോൾ ചെറിയ കൊത്താനും പറയാം.
അങ്ങനെ വരുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇത്തരം ആൾക്കാരിൽ 6 വർഷം ശേഷം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ ഭാഷ ശരിയാകാതെ വരികയും തുടർച്ചയായിട്ട് സ്പീച്ച് തെറാപ്പി വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇതാണ് ടങ് ടൈയുടെ യാഥാർത്ഥ്യം. ടങ് ടൈ ഇല്ലാത്ത ഒരു ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ടങ് ടൈ കണ്ടപ്പോൾ ഈ ഡോക്ടർക്ക് അത് പറയാമായത് തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ടങ് ടൈ ഈ കാണാൻ സാധ്യത വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കരയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടങ് ടൈ കാണുന്നത്. മിക്കവാറും സംഭവിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിനെ ശസ്ത്രക്രിയയുടെ അകത്തേക്ക് കൊണ്ടുപോയ സമയത്ത് കുഞ്ഞ് കരഞ്ഞ് കാണണം. ആ കരയുന്ന സമയത്തായിരിക്കും ടങ് ടൈ കണ്ടത്. അപ്പം ഇങ്ങനെ ടങ് ടൈ കണ്ടപ്പോൾ ടങ് ടൈ വലിയ ഓപ്പറേഷൻ, വളരെ ചെറിയ, നമ്മൾ പണ്ട് OPയിൽ ചേരുന്ന ചെറിയൊരു ഓപ്പറേഷനാണ് അത്. ഈ രക്തങ്ങൾ മുമ്പുള്ള ഭാഗം ചെറിയ കത്രി വെച്ച് കട്ട് ചെയ്ത് വിടുന്ന അത്രയേ ഉള്ളൂ. അതിന് സ്റ്റിച്ചോ ഒന്നും വേണ്ടി വരാത്ത വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ടങ് ടൈ. ഇത് റിലീസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആ കുഞ്ഞിൻ്റെ ബന്ധുക്കളോ കുഞ്ഞിൻ്റെ അമ്മയോ ഇതാണ് ഈ ന്യായമാണ് മനസ്സിലാക്കാനാവാത്തത്. താങ്കൾ ഈ പറയുന്നത് പോലെ ആ കുട്ടിക്ക് ആ പ്രശ്നം ഉണ്ടായിരിക്കാം. അല്ലല്ല, പറയട്ടെ, ആ കുട്ടിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നേക്കാം. ആ ശസ്ത്രക്രിയ എന്നത്, ശരി ഡോക്ടർ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ആ ശസ്ത്രക്രിയ എന്നത് വളരെ ചെറിയ ശസ്ത്രക്രിയയാണ്. താങ്കൾ പറഞ്ഞതുപോലെ OPയിൽ വെച്ച് തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷനാണ് എന്ന് പറയുമ്പോൾ അത് അത്രയും നിസ്സാരമാണ്, ശരിയായിരിക്കാം. പക്ഷേ കുട്ടി ചെയ്യാൻ വന്നിരുന്നത് 6-ാം വിരലിലെ ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ മാറി. ഇതൊരു ഭാഗ്യമാണ് ഡോക്ടർ, ഇതൊരു ഭാഗ്യമാണ്. ഈ വിഷയത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയെന്നൊരു ഭാഗ്യമാണ്. മറിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ പിഴവ് എന്താണ് മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇതിപ്പോൾ ഒരു വിദേശ, ഇപ്പോൾ UK-ലോ അല്ലെങ്കിൽ US-ലോ സിസ്റ്റത്തിലാണെങ്കിൽ ഞാൻ ഇവിടെ സംസാരിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് സെമി എമർജൻസിയാണ് ടങ് ടൈ. കാരണം ടങ് ടൈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതിനാൽ ടങ് ടൈ എമർജൻസിയാണ്. 6-ാം വിരലോ 7-ാം വിരലോ എന്നുള്ള ഒരു സർജിക്കൽ എമർജൻസി അല്ല. അതിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു, ഡോക്ടർ ചെന്ന് പറയാമായിരുന്നു. പക്ഷേ ഒരു മെഡിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ടങ് ടൈ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വിരലിനേക്കാൾ എത്രയോ ആൾക്കാർ 6-ഉം 7-ഉം വിരലുണ്ട്. അതൊരു എമർജൻസി അല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു രോഗി അല്ലെങ്കിൽ രോഗബന്ധുക്കൾ ആവശ്യപ്പെടുന്ന ഓപ്പറേഷൻ മാത്രമാണ്. അത് നിർബന്ധം ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ അല്ല. അതേസമയം ടങ് ടൈ എന്ന പ്രശ്നം ചെയ്തില്ല എങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും സംസാരത്തിന് കുട്ടി സംസാരിക്കും, പക്ഷേ ചില വാക്കുകളിൽ വ്യക്തത ഇല്ലാതെ വരികയും സ്പീച്ച് തെറാപ്പി വരെ വേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് വരുമ്പോൾ താങ്കൾ ആ പറയുന്നതൊന്നും നിഷേധിക്കുന്നില്ല ഡോക്ടർ. പക്ഷേ ഒരു രോഗി ശസ്ത്രക്രിയയ്ക്ക് വരുമ്പോൾ ഡോക്ടർ പ്രാഥമികമായി ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഇയാൾക്ക് എന്ത് ശസ്ത്രക്രിയയാണ് എന്ന് നോക്കുകയല്ലേ? ആ നോട്ടം ഉണ്ടായിട്ടില്ല. ആം ബാൻഡ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ ബന്ധു പറയുന്നത്. അപ്പോൾ ആ ബാൻഡിലേക്ക് നോക്കിയിരുന്നെങ്കിൽ കുട്ടിയുടെ ശസ്ത്രക്രിയ ഏതാണെന്ന് മനസ്സിലാകുമല്ലോ. ആ ഒരു കാര്യം സമ്മതിച്ചു. ചിലപ്പോൾ കൊണ്ടു കിടത്തി അന്ന് വേറെ 4 ടങ് ടൈ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ടങ് ടൈ ആയിട്ട് ഡോക്ടർ കൺഫ്യൂഷൻ ഉണ്ടായി, ഡോക്ടർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അത് സമ്മതിക്കുന്നു, അത് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ഇതുകൊണ്ട് ആ കുട്ടിക്ക് നല്ലതല്ലാതെ യാതൊരു ദൂഷ്യം വരാനില്ല. അതുപോലെ തന്നെ സംഘടന ഞങ്ങൾ ഈ പേരൻസുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ കോൺടാക്ട് ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് ഒരു കുറ്റവും ആ ഡോക്ടർ ചെയ്യാത്തതിനാൽ അതിനകത്തൊരു ഞങ്ങൾ അവരെ അങ്ങോട്ട് പോയി കോമ്പറേഷൻ ഒരു ആവശ്യമായിട്ടില്ല. ഇപ്പോൾ ഒരു അന്വേഷണം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ നയം. അതുകൊണ്ട് സംഘടന ഇതിനകത്തൊരു ഡോക്ടറെ ശിക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ശിക്ഷ കൊടുക്കത്തക്ക ഒരു കുറ്റവും ആ ഡോക്ടർ കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ സംഘടന ഈ അവരെ ആരും ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കേസ് ഒതുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും അവിടുത്തെ മെഡിക്കൽ യൂണിറ്റിൻ്റെയും തീരുമാനം തന്നെ. ആ അമ്മയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് ചെയ്തതുകൊണ്ട് കുഞ്ഞ് നല്ലത് മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. 50-60% വരെ ടങ് ടൈ പലപ്പോഴും കണ്ടുപിടിക്കാതെ പോകുന്നുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് സ്കൂളിലെത്തുമ്പോൾ മാത്രമാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.